എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എന്താ പറയല്ലേ, ഞാന് നേരത്തെ ഒരാളുമായി സംസാരിക്കേണ്ടായി. 65 വർഷമായി, 60 വർഷത്തിൽ കൂടുതലായി കല്യാണം കഴിഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു കുടുംബം. ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, വയസ്സെത്രയായിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായത്, ഈ മനുഷ്യൻ എന്നോട് സ്നേഹമില്ല, അവക്ക് എന്നോട് എന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് അത്ര വലിയ ശ്രദ്ധിച്ചില്ല. കാരണം തിരക്കിൽപ്പെട്ട് രണ്ടുപേരും നല്ല വലിയ ഉദ്യോഗസ്ഥന്മാരാണ് രണ്ടുപേരും, നല്ല നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാർ. മുമ്പ് തിരക്കിൽപ്പെട്ട് ജീവിതത്തിനിടയിൽ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ജീവിച്ചു പോയി. ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫിൽ വരുമ്പോഴാണ് മനസ്സിലായത്. അപ്പോ പണ്ടത്തെ മുഴുവൻ ചികഞ്ഞെടുത്ത് ഇപ്പോഴുള്ള പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഒരു മാസക്കാലം ഇദ്ദേഹം കാര്യമായിട്ട് അവരോട് മിണ്ടിയിട്ടില്ല. ആ കാരണം എന്താണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു മാസക്കാലം എന്നെ തീരെ സംസാരിച്ചില്ല? ഞാനിത് വെറും ഒരു ജസ്റ്റ് നിങ്ങളോട് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് വേറെ ഒന്നും നോക്കണ്ട. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഓരോ ആൾക്കും കണക്ട് ചെയ്യുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു ധൈര്യം നൽകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഇനി ഇതിൽ കയറിയിട്ട് നിങ്ങൾ ആരും തോന്നണം, അയ്യോ ഇത് എന്റെ വിഷയം തന്നെയാണല്ലോ എന്ന് തോന്നണ്ട. ഇത് എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള വിഷയം തന്നെയാണ്. ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ബന്ധങ്ങളിലെ ഊർജം. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഊർജമാണ്, പരസ്പരമുള്ള കൈമാറ്റം. ഈ ഊർജത്തെ പരസ്പരം ഉള്ള ആ ഊർജ കൈമാറ്റത്തിന്റെ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിന്റെ താളം ഇപ്രകാരമാണോ അപ്രകാരമാണ് ദാമ്പത്യം ഉണ്ടാവുന്നത്, ബന്ധങ്ങൾ ഉണ്ടാകും. ദാമ്പത്യം എന്ന് പറഞ്ഞപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാകും. ഇത് ഒരു സ്ഥലത്ത് പിശിക്ക് കൊടുത്താൽ മറ്റേ സ്ഥലത്ത് കിട്ടുന്നതും കുറയും എന്നുള്ള തത്വത്തിൽ അടിസ്ഥാനം വെക്കുക. ഇന്നത്തെ വിഷയം ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യവുമാണ്. ആണല്ലോ അല്ലെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. കഴിച്ചോളൂ, പെട്ടെന്ന് എടുത്തോളൂ. യൂട്യൂബ് കാണുന്നവർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കമന്റുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കേണ്ടി വരും. ഓരോ ആളും കമന്റുകൾ ഇരിക്കുക, നിങ്ങൾക്കുള്ള അഭിപ്രായം പറയുക. ഞാൻ പറയുന്ന ഈ അഫർമേഷൻസിനെ അവിടെ തന്നെ എഴുതിയിടാൻ നോക്കുക, ടൈപ്പ് ചെയ്യാൻ നോക്കുക. സന്തോഷത്തോടെ ഹാപ്പി ആൻഡ് റെഡി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഹാപ്പി ആൻഡ് റെഡി പറയാൻ പറ്റുന്നു, അത്രയും നിങ്ങളുടെ ബ്രെയിനിലെ ഡോപ്പമൈൻ ആക്ടിവേറ്റ് ആകും എന്നറിയാം. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വസ്ഥത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹാപ്പിനെസ് 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്നെ കൊള്ളില്ല, അത് കൊള്ളില്ലാതായി. ഇനിയെങ്കിലും അത് മാറ്റുക. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും യെസ്, മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി നമ്മുടെ പോലെ ഹാപ്പി ആൻഡ് റെഡി, മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ്. ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞു, ഞാൻ ഈ ക്ലാസ്സുകൾ ഇത്രയും ഓടിപ്പിടിച്ച് ചെയ്യുന്നതിന്റെ ഏകമായ കാര്യം, എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയൊന്നുമല്ല. എനിക്ക് ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുമില്ല. അതൊന്നുമല്ല എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ, ഒരുപാട് അമ്മമാരിൽ, ഒരുപാട് മക്കളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ ഈ പറഞ്ഞ സാധനം, നമ്മൾ നൽകുന്ന ഹാപ്പിനെസ്, പോസിറ്റീവ്നെസ്, അല്ലെ ഹാപ്പി ആൻഡ് റെഡി, മാസ്റ്റർ മൈ മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന IR5 സിറ്റുവേഷൻ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാനിത് വില കൊടുത്തും വീണ്ടും 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 തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിൽ മാത്രം ഒതുക്കരുത്. കാരണം ജീവിതം ഇപ്പോൾ പോകുന്നത് നേർവഴിക്കല്ല എന്ന് തോന്നുന്നവർ
അത് നേർവഴി കാക്കാനായിട്ട് നേർവഴി കണ്ടെത്തുക തന്നെ വേണം. നേർവഴി ഏതാണെന്ന് തിരിച്ചറിയുക തന്നെ വേണം. അല്ലാതെ ഊഹാപോഹത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആവാൻ പറ്റില്ല. അത് വീണ്ടും അവിടെ തന്നെ പോകും. ഒഴുകുന്ന പുഴയിൽ വഞ്ചിയിൽ സഞ്ചരിക്കാൻ എളുപ്പമാണ്, ഒഴുക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ എളുപ്പമാണ്. അതിൽ വിഷയമൊന്നുമില്ല. പക്ഷേ മറുകര കടക്കണമെങ്കിൽ ഒഴുക്കിന്റെ കൂടെ ചെന്നാൽ മറുകര താണ്ടാൻ സാധിക്കില്ല. അതിന് തുഴയാൻ അറിയണം, മറുകര എവിടെയാണെന്നും അറിയണം. ഇത് രണ്ടും അറിയാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അവിടെയാണ് മാസ്റ്റർ മൈൻഡും മാസ്റ്റർ മൈൻഡ് ലൈഫും ഇരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുഴയാൻ പഠിക്കാം. ലൈഫ് എന്താണെന്ന് പറഞ്ഞാൽ മാസ്റ്റർ മൈ ലൈഫ്, എൻ്റെ ലൈഫ് എന്താണ് എന്ന് നിശ്ചയിക്കപ്പെട്ടാൽ ആ മറുകര നമ്മൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മനസ്സാകുന്ന തുഴയിലൂടെ അതിന് തുഴഞ്ഞുകൊണ്ട് അക്കരയാകുന്ന ലൈഫിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഇത് ലളിതമായിട്ട് നമുക്ക് പറ്റുന്ന. പക്ഷെ ഇത് ഇല്ല എന്നുള്ളതാണ് ഏറെക്കുറെ നമ്മളിൽ ഇവിടെ ഇരിക്കുന്നവരുടെ അല്ല, ഇവിടെ എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെയും ഇവിടെ എത്താനിരിക്കുന്ന ആൾക്കാരുടെയും യഥാർത്ഥ വിഷയം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുക തന്നെ വേണം. ചില ആക്ടിവിറ്റികൾ ചെയ്യുക തന്നെ വേണം. ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാൻ. ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളോട് ചോദിക്കുക, മനസ്സിലാക്കലിന്റെ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടെക്നിക്ക് പഠിപ്പിക്കാം. ആരും തിരക്കൂട്ടണ്ട ടെക്നിക്ക് കിട്ടാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യണേ. ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ ബാങ്കിൽ സ്വർണ്ണ പണ്ടത്തിന്മേൽ ലോണുണ്ട്, കടമുണ്ട്. അയാൾക്ക് സ്വാഭാവികമായി മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകുമോ ഇല്ലയോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ യെസ് ഓർ നോ. അയാൾക്ക് സ്വാഭാവികമായിട്ടും മാനസികമായി പിരിമുറുക്കം ഉണ്ടാകുമോ ഇല്ലേ? 50 ലക്ഷം രൂപ അയാൾക്ക് പണ്ടത്തിന്മേൽ ബാധ്യത അല്ലെങ്കിൽ എന്താ അടവുണ്ട്, തിരിച്ചു കൊടുക്കാനുണ്ട്, ലോൺ ഉണ്ട്. എങ്ങനെയാ നിങ്ങൾ പറയാം? അത് നിങ്ങൾ പറയുന്നത് യെസ് ആണല്ലോ അല്ലെ? പക്ഷേ വീണ്ടും അത് കറക്റ്റ് ആണല്ലോ, യെസ് ആണ്. എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമായി ഉണ്ടാവും. അവർക്ക് 65 70 വയസ്സ് പ്രായമായി എന്ന് കരുതി. ആവശ്യത്തിന് നല്ല വീടും പെൻഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ സാധനം അടച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഒരു എമൗണ്ട് അടച്ചു പോകുന്നു. എപ്പോഴും ഈ ടെൻഷനിൽ തന്നെയല്ലേ ഇവർ ജീവിക്കുള്ളൂ? ഇത് അടച്ചു തീർക്കണം, എനിക്ക് ലോൺ അടക്കാനുണ്ട് എന്നുള്ള ടെൻഷനിൽ തന്നെയല്ലേ ജീവിക്കുള്ളൂ? അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതല്ലേ? എല്ലാവർക്കും അത് തന്നെയല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, അയാൾ കടക്കാരനല്ല, അയാൾ ധനവാനാണ്. നിങ്ങൾ അംഗീകരിക്കുമോ? അയാൾ ധനവാനായ ഒരു മനുഷ്യനാണ്, സമ്പന്നനായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവർ സമ്പന്നരായ ആൾക്കാരാണ്. നിങ്ങൾ അംഗീകരിക്കോ ഇല്ലയോ? എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? വെറുതെ സാറ് പറഞ്ഞു ഇത്രയും 50 ലക്ഷം രൂപ ബാങ്കിൽ അടക്കാണ്ട് പിന്നെ അയാൾ എങ്ങനെ സമ്പന്നനാവുക? ഇപ്പൊ പറയും, ഇവിടെ ഇരിക്കുന്ന യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ പറയുക, ഞാൻ പറയുന്നു അയാൾ സമ്പന്നനാണെന്ന്. നിങ്ങൾ നോ പറയണം. ഇപ്പൊ നോ എത്ര പേര് പറയും? അപ്പൊ രണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞോ. നേരത്തെ നിങ്ങൾ ടെൻഷൻ ഉണ്ടാകുന്ന സ്വാഭാവികമെന്ന് പറഞ്ഞു, ഇപ്പോ യെസ്സും പറഞ്ഞാൽ എങ്ങനെ? രണ്ടും ശരിയാവില്ല. അത് നിങ്ങൾ പ്ലേറ്റ് മാറ്റരുത്, ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കും പഠിപ്പിക്കണമെങ്കിൽ അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പറയും അയാൾ സമ്പന്നനാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. പക്ഷെ നിങ്ങൾ മുമ്പ് ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പെയോ പറയുമായിരുന്നോ? അതെങ്ങനെയാണ് സമ്പന്നനായ? കടം കൊടുക്കാൻ, പൈസ തിരിച്ചടക്കാനുള്ള ആളല്ലേ അല്ലേ? സ്വാഭാവികമായിട്ട് പണ്ട് അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് തിരിച്ചറിവിന്റെ ശാസ്ത്രം. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് തിരിച്ചറിവ് എന്നല്ലേ, ഇത് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം. എങ്ങനെയാണ് തിരിച്ചറിവ്? 50 ലക്ഷം രൂപ സ്വർണത്തിന്മേൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരണമെങ്കിൽ നിങ്ങളുടെ സ്വർണത്തിന്റെ ആക്ച്വൽ വില എത്രയായിരിക്കും അല്ലേ? സ്വർണത്തിന്റെ വില ആക്ച്വലി എത്ര? എന്തായാലും 20% കൂടുതലായിരിക്കുമല്ലോ. ആവറേജ് ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആവറേജ് 20% കൂടുതലായിരിക്കും. അപ്പൊ എത്രയായി? 60 ലക്ഷം റുപ്യ ആയാലോ മിനിമം. ഇനി 50 ലക്ഷം അയാൾ അടച്ചില്ല,
എങ്കിൽ കൂടിയും 10 ലക്ഷത്തിന് സ്വർണ്ണം അവിടെ ബാക്കിയില്ലേ? 75 ലക്ഷം. യെസ്, 75, 50 ലാക്സ്, 25, യെസ്, 20%, 75 ലാക്സ് അല്ലേ? അപ്പൊ 75 ലാക്സിന്റെ സ്വർണം കയ്യിലുണ്ടായിട്ട്, അല്ലെങ്കിൽ അസറ്റ് കയ്യിലുണ്ടായിട്ട് ഞാൻ പറയുന്നു ഞാൻ ബാധ്യതയുള്ളവനാണ്. മനസ്സിപ്പോഴും ഇങ്ങനെ ടെൻഷനിൽ നിന്ന് മരിക്കല്ലേ? ഇത് ജീവിക്കുന്നതാണോ നല്ലത്, ഇതിനേക്കാളും മരിക്കുന്നതാണോ നല്ലത്? എന്തിനാ ഈ ജീവിതം? ഈ ഒരു തിരിച്ചറിവില്ലാത്തടത്തോളം കാലം ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. 65-70 വയസ്സായി ഇനി ഈ സ്വർണം എന്തിനാ? ഈ ജീവിതം ജീവിക്കുന്നില്ലെങ്കിൽ ഈ സ്വർണം നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്തിനാ? ആർക്കാ ഇത്? മക്കൾക്ക് കൊടുക്കാനോ? എന്തിനാണ് മക്കൾക്ക് കൊടുക്കുന്നത്? ഞാനേ ഇവിടെ ഉരുകി ജീവിക്കുന്നുണ്ട്. ഞാൻ മക്കൾക്ക് എന്താ കൊടുക്കണേ? ഈ ഉരുകി ജീവിക്കുന്ന അവസ്ഥയ്ക്ക് എന്റെ ഇവരുടെ കിഡ്നിയും പോയി, ഹാർട്ടും പോയി, എല്ലാം പോയി. ഇതെല്ലാം ശരിയാക്കാനായിട്ട് മക്കൾ വീണ്ടും കടം മേടിക്കേണ്ട അവസ്ഥയാവും. ഇതല്ലേ സാധാരണക്കാരൻ ചെയ്യുന്നത്? ഒന്ന് തിരിച്ചറിയൂന്നേ. ഉടനെ തന്നെ എളുപ്പ വഴിയാണ്. ഞാൻ ഇത് എന്താ പറയുക, ഞാനാണ് ഇങ്ങനെ പറഞ്ഞു, എളുപ്പ വഴിയാണ്. സ്വർണം എടുക്കുക, കംപ്ലീറ്റ് അങ്ങ് വിൽക്കുക, 50 ലക്ഷം ബാങ്കിൽ അടക്കുക, 25 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക, അതിന് മാസാമാസം ഇങ്ങനെ എടുത്ത് ജീവിക്കുക. എന്ത് സുഖകരമായ ജീവിതമാണ്! ആർക്കാണ് ഈ ഉണ്ടാക്കി വെക്കണത്? എന്തിനാണ് ഉണ്ടാക്കി വെക്കണത്? ഈ വകതിരിവ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാതിരുത്തോളം ലൈഫ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. ഇതൊന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്ന് വെച്ചാൽ ഞാൻ കരുതി നിങ്ങൾ കയ്യിലുള്ളതൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട് പോകണം നല്ല പറഞ്ഞത്. മനസ്സമാധാനമാണ് ഏറ്റവും പ്രാധാന്യം. ആ മനസ്സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നേടാൻ സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിയുക. ഇത് ബന്ധങ്ങളിൽ ഏറ്റവും വലിയ വിഷയമാണ്. കാരണം എന്താ പറയുക, ഈ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ വിഷയം ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു അപ്പൂപ്പനും മമ്മിയും വന്നിരുന്നു. 76 വയസ്സായ അപ്പൂപ്പൻ പറയാണ്, ഇവളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഒരു തരി സ്വർണം അവർ കൊടുത്തിട്ടില്ല, എനിക്ക് 5 പൈസ സ്ത്രീധനം തന്നിട്ടില്ല, ഇനിയെങ്കിലും കൊണ്ടുതരാൻ പറ. എവിടെയാ? 78 വയസ്സിന് ശേഷം. എന്തിനാ മക്കൾക്ക് കൊടുക്കണം? ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല, ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം മക്കൾക്ക്. അപ്പൊ അച്ഛമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഓഹരിയൊക്കെ മക്കൾക്ക് കിട്ടിയോ? അതൊക്കെ കിട്ടിയോ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നിട്ടില്ല. ഈ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയൊന്നും നിങ്ങളുടെ ലൈഫ് വീട്ടിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ അല്ലേ? നിങ്ങളൊക്കെ ഭാഗ്യവന്മാരല്ലേ? അല്ലേ? യു ആർ ലക്കി. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നവരാരും ഉണ്ടോ ഇവിടെ? ഇപ്പോഴും സ്ത്രീധനത്തിന് വേണ്ടിയൊക്കെ അടിപിടി കൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാനില്ല എനിക്ക്. അതല്ല നമ്മുടെ വിഷയം ആയതുകൊണ്ട് തൽക്കാലം പറയാം. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളിലെ, ദാമ്പത്യങ്ങളിലെ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ യഥാർത്ഥ വശം എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാതെ ഭാര്യയ്ക്ക് എനിക്ക് സ്വർണം വേണമെന്ന് പറയുന്ന സ്ത്രീകളും എനിക്ക് ആ സ്വർണം മുഴുവൻ വിറ്റ് തീർക്കണമെന്ന് പറയുന്ന ഭർത്താക്കന്മാർ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരൻ. ആവശ്യമുണ്ട്, സമ്പാദ്യം ആവശ്യമാണ്, പക്ഷെ ജീവിക്കാതെ ഉള്ള സമ്പാദ്യം ആവശ്യമില്ല എന്ന് തിരിച്ചറിയുക. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പാദ്യം, ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല സമ്പാദ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനിത് ഇൻട്രൊഡക്ഷനായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആരെയും വിളിപ്പിക്കുന്ന ടെക്നിക്ക് പോലെ, ആർക്കൊക്കെ വേണം ആരെങ്കിലുമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിപ്പിക്കേണ്ട ടെക്നിക്ക്? നിങ്ങൾക്ക് ആരെങ്കിലും വിളിപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ആരോട് പറയണ്ട, എനിക്ക് ഇന്ന ആള് വിളിപ്പിക്കാൻ, ഇവിടെ പബ്ലിക്കായിട്ടൊന്നും പറയണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിളിപ്പിക്കണം? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അമ്മക്കും അച്ഛനൊക്കെ ആഗ്രഹമുണ്ടോ മക്കൾ വിളിപ്പിക്കണം എന്നൊക്കെ അല്ലേ? അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ അല്ലെ? ഇല്ല. എന്നാൽ നമുക്ക് നല്ല സത്യസന്ധമായിട്ട് തന്നെ പോവാം. നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വിളിപ്പിക്കാനുള്ള ടെക്നിക്ക് നമുക്ക് കഴിക്കും. അനാവശ്യമായിട്ടൊന്നും യൂസ് ചെയ്തില്ല എന്നുള്ള വാണിംഗ് ആദ്യം തന്നെ എഴുതി വരുന്നു. വാണിംഗ്, ഇത് നല്ല ഉദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ, സ്വതുദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. ഏതെങ്കിലും രീതിയിലുള്ള വരീകരണ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് എന്ന് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോകുന്നു. ഇത് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പറയാണ്. ഇവിടെ ശുദ്ധമായ, സത്യസന്ധമായ, മാനസികമായ അടുപ്പത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, റെഡി? അപ്പോ മനസ്സിലായിക്കോളൂ, എഴുതി വെച്ചോളൂ. ഇത് എഴുതി വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നേരെ ഞാൻ ക്ലാസ്സിലേക്ക് അടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് ആദ്യം നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ച് ഒന്ന് സായുജ്യം അടഞ്ഞുകൊള്ളൂ. എന്നിട്ട് നമുക്ക് ചില തിരിച്ചറിവുകൾ, ആദ്യം അറിവ് നൽകാം, എന്നിട്ട് തിരിച്ചറിവ് നൽകാം. അല്ലേ? പോരെ? ആദ്യം അറിവ് നൽകിയിട്ട് തിരിച്ചറിവ് എഴുതി വെച്ചോളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചില വാക്കുകൾ എങ്ങനെ കൃത്യമായി ഇപ്പൊ നിങ്ങൾക്ക് ആരെയാണോ വിളിക്കാനുള്ള, ആരാണോ നിങ്ങൾ, അല്ലെങ്കിൽ എന്തിനാ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇപ്പൊ ഒരാൾ എന്നെ വിളിക്കണമെന്ന് കരുതുന്നത് എന്നറിയാവോ?
എന്തിനിപ്പോ ഒരാൾ എന്നെ വിളിക്കണം, എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് കരുതുന്നത്? എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടാവില്ലേ ഇതിന്? വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും, അയാൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ ഞാനിപ്പോൾ ഇന്ന് വെറുതെ ഇരിക്കണം, പ്രധാനമന്ത്രി മോദി എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. എന്തിനാ മോദി എന്നെ വിളിക്കണേ? എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊന്ന് ചിന്തിക്കണമെങ്കിൽ there is something, a purpose, ഒരു കാരണം ഉണ്ടാവണം. ഇല്ലാതെ വിളിക്കണം എന്നൊന്നുമില്ലല്ലോ. വെറുതെ വിളിക്കാൻ തോന്നും, അങ്ങനെ തോന്നില്ല. നമുക്കൊരു പ്രത്യേക കാരണം ഉണ്ടാവണം, ഒരു ആവശ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ വളരെ താഴെ കിടക്കുന്ന അവസ്ഥയാവണം. ഏതാണ്? കരഞ്ഞ് കഴിഞ്ഞ് കലങ്ങി ഇരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ സമാധാനമായല്ലയോ ആയേനെ എന്ന്. അതെന്തായാലും ശരി, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ എഴുതി വെച്ചോളൂ. കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ. ആദ്യം 4 കാര്യങ്ങൾ എഴുതാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞുതരാം. 100% നിങ്ങൾ വർക്ക് ചെയ്യുമെന്ന് ഇപ്പൊ തന്നെ എഴുതി വെച്ചോളൂ. 100% ഇത് നിങ്ങൾ വർക്ക് ചെയ്ത് കാണിക്കും. ഈ സാധനം കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ടെന്ന് ആദ്യം വാക്ക് എഴുതി വെച്ചോളൂ, എന്നിട്ട് ഞാൻ ചെയ്യേണ്ടെന്നാ പറയാം. എന്റെ ഹൃദയത്തിലെ, എഴുതിക്കോളൂ, എന്റെ ഹൃദയത്തിലെ സ്നേഹം ഞാൻ ശുദ്ധമായി ആ വ്യക്തിയിലേക്ക് ഒഴുക്കുന്നു. ആരാണോ വ്യക്തി, ആ വ്യക്തിയുടെ പേര് എഴുതുന്നു. എന്റെ ഹൃദയത്തിലെ സ്നേഹം ഞാൻ ശുദ്ധമായി ആ വ്യക്തിയിലേക്ക് ഒഴുക്കുന്നു. അവരുടെ മനസ്സ് എന്നിലേക്ക് സ്നേഹത്തോടെ ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ അവർ എന്നെ ഓർക്കുന്നു. സഹജമായ ആഗ്രഹത്തോടെ എന്നോട് സംസാരിക്കാൻ അവർ ഇപ്പോൾ തന്നെ വിളിക്കുന്നു. ഞാൻ എഴുതി കമന്റ് ബോക്സിൽ കൂടി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എഴുതി എടുത്തോളൂ. സഹജമായ ആഗ്രഹത്തോടെ എന്നോട് സംസാരിക്കാൻ അവർ വിളിക്കുന്നു. ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരാൾ ആരാണോ വിളിക്കേണ്ടത് ആ ആളുടെ പേരാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോടുള്ള സ്നേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ ഊർജത്തിന്റെ വിനിമയമാണ് നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള അയാളോടുള്ള, ആ വ്യക്തിയോടുള്ള, മകനോ മകളോ അച്ഛനോ അമ്മയോ വീട്ടിനോ ആരാണോ വെച്ചാൽ അവരോടുള്ള യഥാർത്ഥ സ്നേഹം അതുണ്ടാവണം. ഇൻവെർട്ടഡ് കോമ, അതില്ലാതെ അയക്കരുത്, അതുണ്ടാവണം. സ്നേഹം നിങ്ങൾ ശുദ്ധമായി അങ്ങോട്ട് ഒഴുക്കി കൊടുക്കണം. അതേ സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം അവരുടെ മനസ്സ് എന്നിലേക്ക് സ്നേഹത്തോടെ ആകർഷിക്കപ്പെടുന്നു. അവരെന്നെ ഓർക്കുന്നു, സഹജമായ ആഗ്രഹത്തോടെ അവരെന്നെ വിളിക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ നേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കരുത്. ഇത് ചെയ്ത ഉടനെ തന്നെ അവർ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാം. ഇത് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച പ്രിൻസിപ്പിളാണ്. ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഫാമിലിയിലൊക്കെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഈ പ്രാക്ടീസ്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുടെ ലൈഫിൽ വർക്ക് ചെയ്തു. ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം. ഇത് മറ്റൊരു ഇതിൽ പറഞ്ഞാൽ ടെലിപ്പതി എന്ന് പറയും. ടെലിപ്പതിയാണ് സംഭവം. ടെലിപ്പതിയിലൂടെ നമുക്ക് ആരെയും വിളിപ്പിക്കാം, ഏതാരാളെയും വിളിപ്പിക്കാം. ഞാനൊക്കെ നിങ്ങളൊക്കെ അധികം എന്നെ വിളിക്കാതിരിക്കാൻ ചെയ്യുന്ന ഇതേ ടെക്നിക്ക് തന്നെ. അല്ലെ നിങ്ങളൊക്കെ എല്ലാവരും എന്നെ വിളിക്കൂലേ? നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ പറ്റാത്തത് ഞാൻ ഈ ടെക്നിക്ക് റിവേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാ. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട്, എന്നെ വിളിക്കാൻ തോന്നുമ്പോൾ തോന്നും സാർ ഇപ്പൊ തിരക്കായിരിക്കും, വേണ്ട. ആക്ച്വലി അങ്ങനെയല്ല. നിങ്ങൾ വിളിക്കരുതെന്നും ഞാൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇല്ലേ? ഇങ്ങനെയൊക്കെ ടെക്നിക്ക് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി, ഇതൊക്കെ ഉണ്ട്. അപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി നിങ്ങൾക്ക് എപ്പോഴാണോ പ്രാക്ടീസ് ചെയ്യാൻ, അപ്പൊ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 7 പ്രാവശ്യം ഇത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണം. 7 times. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറക്കുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം കൂടി പറയണം, ഒറ്റ ദിവസം. പക്ഷെ പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖം സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർക്ക്? ആ വ്യക്തിയുടെ മുഖം സന്തോഷത്തിലിരിക്കുന്ന അവസ്ഥയല്ല, നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ആ വ്യക്തിയുടെ മുഖം കാണാൻ നിങ്ങൾക്ക് പറ്റണം. ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കല്ല,
ബന്ധത്തെ സുഖപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നത് എന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലാതെ മറ്റൊരു ഹിഡൻ ആയിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് ആവരുത്. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവ് ബാംഗ്ലൂർ പോയിട്ട് വിളിക്കട്ടെ അയാള് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കരുത്. അതിന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ള അവസ്ഥയിലേക്കാണ്. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലെ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ടെലിപ്പതി 100% വർക്ക് ചെയ്യുന്ന സാധനമാണ്. വർക്ക് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഇരുന്നെടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് കോൾ വരുന്ന കാണാം. നിങ്ങൾ ആലോചിച്ചോളൂ. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ മനസ്സിൽ ആഗ്രഹിച്ചോളൂ, അയാൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നുകൊണ്ട് നല്ല സ്നേഹപൂർവ്വം ആലോചിച്ചോളൂ. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴേക്കും കോൾ വരുന്നതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വാക്ക് ആവർത്തിച്ച് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഊർജ കൈമാറ്റമാണ് നടക്കുന്നത്. നിങ്ങൾ ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, അവിടെ ഒരു മാനസികമായ കണക്ഷൻ ഉണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എനർജിയും അയാളുടെ എനർജിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാകും. സ്വാഭാവികമായ കാര്യമാണ്. ആ കണക്ഷനെ നമ്മളൊന്ന് ചാനലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഏതാണ്? ശുദ്ധതയോടുകൂടി ചാനലൈസ് ചെയ്ത് കൊടുക്കുന്നു. അവർ ന്യൂട്രൽ ആക്കി വെക്കുന്നു. നോർമലി നമ്മൾ സംഭവിക്കുന്ന വെച്ചാൽ, നമ്മൾ ഒരാൾ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു 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 എന്താ പറയാ ഒരു ഒരു ഭിത്തിയോ നമ്മളെ ബന്ധങ്ങൾക്കിടയിൽ വരുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഇത് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ആഗ്രഹിക്കും. നോർമൽ സമയത്ത് നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നത്? നമ്മൾ അവരുമായിട്ടൊരു മാനസികമായ അകൽച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുമ്പോഴാണ് നമ്മൾ അയാൾ വിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ വെച്ചാൽ, നമ്മൾ വളരെ എന്താ പറയാ ദുഃഖത്തിലിരിക്കുന്ന അതേ അവസ്ഥയിൽ, സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയിൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഒന്ന് ഇയാൾ വിളിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായല്ലോ ആയേനെ എന്ന് പറയുന്നത്. കാരണം എന്താ? ആ സമയത്ത് നമ്മൾ വളരെ ലോയിൽ പോയി നിൽക്കുമ്പോൾ ഒരാൾ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ട് അവസ്ഥ. ഇത് രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. എല്ലാ സമയത്ത് നമ്മൾ കെയർ ചെയ്യില്ല ഈ സംഭവം. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ ചെയ്യുന്ന വെച്ചാല്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ വ്യക്തിയുമായിട്ടുള്ള നിലവിലുള്ള വികാരം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിക്കൽ സങ്കടമാകാം അയാളെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഭിത്തി നമ്മൾ വെച്ചതാവാം, അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ പിണക്കമാകാം, എന്തെങ്കിലും. അപ്പോൾ നമ്മളുടെ വികാരം എന്താണ്? അയാൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള വികാരമാണ് നമ്മളിലുള്ളത്. ആ എഗനിസ്റ്റ് ആയിട്ടുള്ള വികാരം ഇരിക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങൾ വിളിക്കാൻ പറ്റില്ല, നമ്മളെ വിളിക്കാൻ പറ്റില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല. കാരണം വിളിച്ചത് റിജക്റ്റ് ആയി കിട്ടില്ല. ഈ എനർജിയെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 7 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറ്റുന്നു. അവിടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ വ്യക്തിയെ കുറിച്ചുള്ള വികാരത്തിന്റെ ചാർജ് മാറ്റുന്നു. അവിടെ അതേ സമയത്ത് നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറുന്നു, ട്യൂൺ മാറുന്നു, എനർജി മാറുന്നു. എല്ലാം സ്വാഭാവികമായി അവരുമായിട്ടുള്ള കണക്ടിവിറ്റിയിലേക്ക് നമ്മൾ മാറും. ഈ മാറ്റമാണ് നമ്മുടെ ആശയവിനിമയത്തിന് സാധ്യത നൽകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട നോർമൽ ആയിട്ടുള്ള ടെക്നിക്കാണ്. കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ പറയണം, ഇത് ആരെയും ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു മന്ത്രമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനിപ്പുലേഷന് വേണ്ടി ടൂളുമല്ല. ഒള്ളി ഇമോഷണൽ അലൈൻമെന്റ് ടെക്നിക്ക് മാത്രമാണ്. നമ്മുടെ ഇമോഷനും അവരുടെ ഇമോഷനും തമ്മിൽ ഒരു അലൈൻമെന്റ് നടത്തുക. ഈ ഇമോഷണൽ അലൈൻമെന്റ് എന്തുകൊണ്ട് ഞാൻ പദം ഉപയോഗിച്ചു വെച്ചാൽ, നമ്മൾ പൊതുവെ എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കുന്നത് ഇമോഷണൽ അലൈൻമെന്റിന് പകരം വഴങ്ങിക്കൊടുക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എല്ലാവരും കുടുംബ ബന്ധങ്ങളില്, ഞാൻ ഇപ്പൊ സ്ത്രീജനങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് ഇതൊന്നും അല്ല. നമ്മൾ ഇമോഷണൽ അലൈൻമെന്റ് അല്ല ഫാമിലിയുമായിട്ടോ കുട്ടികളുമായിട്ടോ, ഫാമിലിയിൽ ഭർത്താവുമായിട്ടോ കുട്ടികളുമായിട്ടോ ഉണ്ടാക്കുന്നത് ഇമോഷണൽ അലൈൻമെന്റ് അല്ല, പകരം ഇമോഷണൽ മിസ്മാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കുക എന്നുള്ള സ്വഭാവമാണ്. എന്താണ് വഴങ്ങിക്കൊടുക്കുന്നത്? മകൻ വിളിച്ചില്ല എന്ന് കരുതിയിട്ട്, അയ്യോ എന്റെ മകൻ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് എന്നെങ്കിലും വിളിക്കും, എന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോലും ചിന്തിക്കാതെ അങ്ങനെ ഇരുന്ന് പറഞ്ഞ് കേങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞ പോലെ അങ്ങ് ജീവിക്കും. ഇത് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ. ഈ വഴങ്ങിക്കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളുടെ സത്വവും ഈ വഴങ്ങിക്കൊടുക്കുന്ന നിങ്ങളും തമ്മിൽ മാച്ച് ആവില്ല. രണ്ട് സത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വൈബ്രേഷൻ അവിടെ മിസ്മാച്ച് ആണ്. പിന്നെ അവിടെ കാണുന്നതെല്ലാം തെറ്റുകൾ മാത്രമേ വരുള്ളൂ. കാരണം എന്താ?
രണ്ട് ധ്രുവങ്ങൾ, നിങ്ങളാകുന്ന നിങ്ങൾ തന്നെ രണ്ട് ധ്രുവങ്ങളിലൂടെയാണ് പോകുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങളിൽ നിന്നും വഴങ്ങി കൊടുക്കുന്ന നിങ്ങൾ തമ്മിൽ രണ്ടാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇമോഷണൽ അലൈൻമെന്റ് വരുത്തിയാൽ മാത്രമേ ഒരു ദാമ്പത്തിക ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഇമോഷണൽ അലൈൻമെന്റ് കൃത്യമായി മനസ്സിലാക്കാതെ അതിന് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തലിന്റെയും നിരാശയുടെയും കഷ്ടപ്പാടിന്റെയും ജീവിതത്തിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. കാരണം അങ്ങനെ വരുമ്പോൾ മക്കളും അമ്മയെ കുറ്റം പറയും, ഭർത്താവും അമ്മയെ കുറ്റം പറയും, ബന്ധുക്കളും അമ്മയെ കുറ്റം പറയും. തിരിച്ച് ആണുങ്ങളുടെ അവസ്ഥയാണ്, മക്കള് അച്ഛനെ കുറ്റം പറയും, മക്കളെ അച്ഛനും കുറ്റം പറയും. കാരണം ഇമോഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലൈൻമെന്റ് ഇല്ലാത്ത അവസ്ഥ. ഇത് വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി വിശദമായി തന്നെ ഒരു ക്ലാസ് തന്നെ എടുക്കാം. ഇമോഷണൽ അലൈൻമെന്റിനെ പറ്റി ഇനി വരുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ ഒരു പ്രത്യേക സെഷൻ ആയിട്ട് തന്നെ ഇമോഷണൽ അലൈൻമെന്റ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇപ്പൊ തന്നെ ചോദിച്ചത് വെച്ചോളൂ. അത് കൃത്യമായി ക്ലാസ് രൂപേണ തന്നെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. അല്ല ഒരു പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല എന്ന് ഒന്നുകൂടി തിരിച്ചറിയാം. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരാള് എന്നെ വിളിക്കണം എന്ന് തോന്നാനുള്ള കാരണം? ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? വെറുതെ ഇപ്പൊ നിങ്ങൾ ആർക്കും വെറുതെ തോന്നും ഒരാൾ എന്നെ വിളിക്കണമെന്ന്? ഒരിക്കലും തോന്നില്ല. അതിന്റെ പിറകിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വികാരവും നിങ്ങളുടെ വികാരവും തമ്മിൽ ഒരു മിസ്മാച്ച് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവരെന്നെ വിളിക്കണം എന്ന ആഗ്രഹത്തിന്റെ ആന്തരികമായ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, മനുഷ്യൻ ആരെയെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ വിളിക്കണം എന്നതല്ല അവിടുത്തെ പ്രാധാന്യം. മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അവിടെ ആ വ്യക്തി എന്നെ വിളിക്കണം എന്നതല്ല അവിടുത്തെ പ്രാധാന്യം. ഞാൻ അവർക്ക് പ്രാധാന്യമുള്ള ഒരാളാണെന്ന് അല്ലെങ്കിൽ ഒരുവളാണെന്ന് ഒന്ന് ഉറപ്പാക്കണം. അതുകൊണ്ടാണ്. അല്ലാതെ അവർ വിളിച്ചതുകൊണ്ട് നമുക്കൊന്നും കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അവർക്ക് പ്രാധാന്യമുണ്ടെന്ന് അവരെ ഒന്ന് തെളിയിച്ചു കൊടുക്കണം. നോർമലി നിങ്ങൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചല്ലേ ഞാൻ പറഞ്ഞല്ലേ? നോർമൽ ചിന്തയിൽ തിരിച്ചല്ലേ? അതെന്താ അങ്ങനെ പറയണേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരാള് എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് വേണ്ടിയിട്ടാണോ? അല്ല അവർക്ക് എന്നെ ശ്രദ്ധയുണ്ട് എന്ന് എന്നെ തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? മനസ്സിലായില്ലല്ലേ? ചോദ്യം കുറച്ചും ടഫാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളെ ഒരാൾ വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ലേ? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്തേ, യെസ് ഓർ നോ. ഒന്ന് കൃത്യമായി മനസ്സിലാക്കാനോ? അതായത് അയാൾ എന്നോട് വിളിക്കണം എന്നതിനപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് എന്നിൽ ഒരു താല്പര്യമുണ്ടെന്ന് എനിക്കത് മനസ്സിലാക്കണം. ഇതല്ലേ യഥാർത്ഥ വിഷയം. അപ്പൊ ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്നത് ആൾ വിളിച്ച് സംസാരിക്കണം എന്നതിനല്ല, എനിക്ക് എന്നെ തന്നെ പ്രൂവ് ആക്കണം അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന്. ഇവിടെയാണ് പ്രാധാന്യം. ഇതാണ് ഇതിന്റെ കോർ പോയിന്റ്. ഇത് സാധാരണ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് ഓരോ ആളുടെയും ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായ വാക്ക്, സെൽഫ് ലവ് ഇല്ലായ്മ. എപ്പോഴാണോ ഒരുത്തൻ അവനവനെ മനസ്സിലാക്കുന്നത് ആരെന്നെ വിളിക്കണം, ആരെന്നെ വിളിക്കണ്ട, ആര് വിളിച്ചാലും ആര് വിളിച്ചില്ലെങ്കിൽ ഞാൻ തന്നെയാണെന്നുള്ള ഒരു നിജപ്പെടുത്തൽ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ആവശ്യം. അല്ലെങ്കിൽ ആര് വിളിച്ചാലും ആര് വിളിച്ച് എനിക്കിപ്പോ എന്താ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യ കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ആര് വിളിച്ചാലും എനിക്കെന്താന്നുള്ള അവസ്ഥയിൽ വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഹാപ്പിനെസ്സിൽ കുറച്ചും കൂടി യാത്ര ചെയ്യണം. ജേണി ടു ഹാപ്പിനെസ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 വട്ടം 3 വട്ടം ഒക്കെ ജേണി ടു ഹാപ്പിനെസ് തിരുത്തി പഠിച്ച് ഇരുന്ന് മനസ്സിലാകാൻ പറ്റും ആര് വിളിച്ചാലെന്താ, ആര് വിളിച്ചില്ലെങ്കിൽ എന്താ. കാരണം നമുക്ക് അവരോടുള്ള നോക്കൂ, അവിടെയും വീണ്ടും പറയാം, നമുക്ക് ഒരാളോട് അൺകണ്ടീഷണൽ ആണ് സ്നേഹമെങ്കിൽ നമുക്ക് അവരോട് ഒരു പരാതിയുമില്ല, ഒരു വിഷയവുമില്ല, ഒന്നുമില്ല, നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ അയാൾ വിളിച്ചാൽ എന്താ, വിളിച്ചില്ലെങ്കിൽ എന്താ? നമ്മൾ ആ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമോ? അല്ലെങ്കിൽ അയാൾക്ക് നമ്മളിലേക്ക് തരുന്ന അറ്റൻഷൻ എന്തും കുറവുണ്ടെന്ന് നമുക്ക് തോന്നുവോ? ഇല്ലല്ലോ, ഒരിക്കലും തോന്നില്ല.
ഈ ഒരു സംഭവമാണ് നമ്മളെ ഇങ്ങനെയുള്ള അവസ്ഥയിലെത്തി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷനും അല്ലെങ്കിൽ നിങ്ങൾ അവരെന്നെ വിളിക്കണമെന്നും ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് തന്നെ നമ്മൾ അനുഭവിച്ച ഇമോഷണലി അൺഅവൈലബിൾ പാരന്റ്സിന്റെ പ്രശ്നമാണ്. ചെറുപ്പകാലത്ത് തന്നെ നമ്മളുടെ ഇമോഷനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും നമ്മുടെ അച്ഛനമ്മമാർ ശ്രമിച്ചില്ല എന്നതിന്റെ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് അറ്റൻഷന്റെ പരിണത ഫലമാണ്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവര് ഇന്നലെ കണ്ട ഒരു പയ്യന്റെ പിറകെ, ഇന്നലെ കണ്ട ഒരു പെങ്കൊച്ചിന്റെ പിറകെ ജീവൻ വിട്ടു പോകുന്നതാണ്. അതിനേക്കാളും ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ അച്ഛനമ്മയെ നെവർ മൈൻഡ് ആണ്. അവിടെ ഇരുത്തിട്ട് അച്ഛനമ്മയും പോയി ഇരുത്തിയിട്ടൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ ഇത്ര കാലം ഈ 12 വർഷം 13 വർഷം 14 വർഷം മകളെ എങ്ങനെ നോക്കി, മകൻ എങ്ങനെ നോക്കി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഭക്ഷണം കൊടുത്തു, അവർ ജീവിച്ചു. അപ്പുറത്തേക്കൊന്നുമില്ല. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പം പറയുന്ന വാക്കാണ്, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. എന്താ ഞാൻ കൊടുക്കാതിരുന്നത്? എല്ലാം കൊടുത്തിട്ട്. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, ഇമോഷണലി അറ്റാച്ച്മെന്റ് കൊടുക്കാൻ മകളെ വളർത്തുമ്പോൾ കൊടുക്കേണ്ട ആ കെയറിങ് കൊടുക്കാൻ മറന്നുപോയി. ആ കെയറിങ് കിട്ടുമ്പോൾ അങ്ങോട്ട് ഒറ്റപ്പോക്ക് പോകും. സ്വാഭാവികമാണ്. കാരണം മനുഷ്യന്റെ ബ്രെയിന് എവിടെയാണോ അറ്റൻഷൻ ഉള്ളത് അങ്ങോട്ട് സീക്ക് ചെയ്യും. ഒരു കാന്തം ആണെങ്കിൽ എവിടെ മെറ്റൽ ഉണ്ടോ അങ്ങോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മെറ്റൽ എത്രയാണ്, എവിടെ കാന്തമുണ്ടോ അങ്ങോട്ട് ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ സെയിം ആണ്. അപ്പൊ നമ്മളെ കുട്ടിയെ നമ്മൾ മെറ്റലാക്കിയോ കാന്തമാക്കിയോ എന്നുള്ള പ്രത്യേകത. ഇതാണ് വ്യത്യാസം. നമ്മളെ കുട്ടിയെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇതേ അവസ്ഥ, നമ്മൾ കാന്തമാണോ നമ്മൾ വെറും ഒരു ഇരുമ്പാണോ എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഇരുമ്പാണെങ്കിൽ നമ്മൾ കാന്തത്തിലേക്ക് അടുത്തു, മറ്റതാണെങ്കിൽ അവിടെ നിൽക്കും, വേണ്ടവർ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് മനസ്സിലാക്കേണ്ട തത്വം. രണ്ടാമത്, ബാല്യകാലത്ത് നമുക്കുണ്ടായ ഇമോഷണലി അൺഅവൈലബിൾ പാരന്റിന്റെ പ്രശ്നമാണ്. എഴുതി വെച്ചോളൂ. നമുക്ക് മക്കളുണ്ട്, ഇത് ചെയ്യുന്നുണ്ടോ? കുടുംബ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 65, 70, 80 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ സാധനം കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു വിലയുമില്ല. ഒരു വിലയും ഈ സാധനത്തിൽ കൊടുക്കില്ല. 10 ലക്ഷം 50 ലക്ഷം 1 കോടി കൊടുത്താലും അവർക്ക് ഒരു വിലയില്ല. കാരണം ഇതിനേക്കാളൊക്കെ വലിയ സാധനം അവർ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്നേഹം ലഭിച്ചത് പെർഫോമൻസ് ചെയ്തപ്പോൾ മാത്രമാണ്. നല്ല മാർക്ക് കിട്ടിയോ, കുട്ടി അപ്രീഷിയേറ്റ് ചെയ്തു. ഇനി എന്റെ മോള് മിടുക്കിയാണ്, അങ്ങനെയാണ്, എന്റെ മകൻ മിടുക്കനാണ് ഒക്കെ പറഞ്ഞ് അവൻ എല്ലാ സ്ഥലത്തും സക്സസ് ആയി വലിയ മാർക്ക് വേണതിന്റെ അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് പഠിക്കടാ പഠിക്കുമോളെ എന്ന് നോക്കിയാലും വീട്ടിൽ അസ്വസ്ഥത. ആ എക്സാമിന്റെ റിസൾട്ട് കാണുമ്പോൾ മാത്രം സന്തോഷം. പെർഫോമൻസ് മാത്രമാണ് സ്നേഹമെന്ന് അവർക്ക് മനസ്സിലാക്കുമ്പോൾ പെർഫോമൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അറ്റൻഷൻ കൂടി നടക്കണം. എന്താ അങ്ങോട്ട് എന്നെ വിളിക്കൂ ചേട്ടാ, അയ്യോ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പെർഫോമൻസ് സീക്വൻസിന് വേണ്ടിയിട്ടാണ്. അവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അങ്ങോട്ട് വിളിച്ച് ബെഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്നേഹം എനിക്ക് ഇങ്ങോട്ട് തരും എന്നുള്ളത്. ഈ തെറ്റിദ്ധാരണ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മളെ മക്കൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. പാടില്ല. മനസ്സിലാക്കി കൊടുക്കും. ഏതാണ് വ്യത്യാസം? മൂന്നാമത്തെ കാര്യം, എന്തിനായിരിക്കും നമ്മൾ അവരെ വിളിക്കണം എന്ന് കരുതുന്നത്? അയ്യോ, വിളിച്ചില്ലെങ്കിൽ അയാൾ എന്നെ വിട്ടുപോയാലോ, എന്നെ ഉപേക്ഷിക്കപ്പെടുമെന്നുള്ള ഭയം. അവർ വിളിക്കാതെ കുറച്ച് ദിവസം വിളിച്ചില്ലെങ്കിൽ, അവർ വിളിക്കാൻ അവരുമായിട്ടുള്ള കണക്ഷൻ ഞാൻ സ്ഥാപിച്ചു വെച്ചില്ലെങ്കിൽ അവരെന്നെ വിട്ടുപോകും. ഇവയെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുത്തുന്നു. ഈ ബിലീഫ് സിസ്റ്റമാണ് നമ്മളെ തകർക്കുന്നത്. എനിക്ക് സമ്മണ്ണിന്റെ റെസ്പോൺസ് കിട്ടിയാലേ ഞാൻ സേഫ് ആകൂ എന്നുള്ള ടാഗ് ലൈൻ നമ്മൾക്ക് ആരെങ്കിലും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് കെയർ ചെയ്യണം. ഇല്ലാതെ ഈ പറയുന്ന, ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരിമാരോടാണ് പറയുന്നത്, നിങ്ങളെല്ലാം ഇതിന്റെ വിക്ടിംസ് ആണ്. ഭർത്താവ് യെസ് പറഞ്ഞാൽ നിങ്ങൾ റെഡി, ഭർത്താവ് നോ പറഞ്ഞാൽ തീർന്നു. അവിടേക്ക് എല്ലാ പരിപാടികളും വൈകിട്ട്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അറിയില്ല. ഓരോ കാര്യങ്ങളും ഭർത്താവിന്റെ പെർമിഷന് വേണ്ടി ബെഗ് ചെയ്യുന്ന ആളായി നിങ്ങൾ മാറിയിരിക്കുന്നു.
സമൂഹം രൂപപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറയില്ല. സമൂഹത്തിൽ രൂപപ്പെടുത്താത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവരെല്ലാം ഭർത്താക്കൻ പറഞ്ഞു കേൾക്കണ്ട എന്നതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബെഗ്ഗിങ് അല്ല വേണ്ടത്. നമ്മൾ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ട് പോകണം. അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയല്ല വേണ്ടത്. നമ്മൾ ഇൻസെക്യൂരിറ്റി ഫീലിൽ നിന്നുകൊണ്ട് അവരെ കൺട്രോളിൽ അടിമപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ രണ്ടും ഇൻകൺട്രോൾഡ് ആണ്. നമ്മൾ നമ്മുടെ തന്നെ കൺട്രോളിലായിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറ് പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ആൾക്കാരെ വിളിപ്പിക്കാനായിട്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് രണ്ട് തിരിച്ചറിവിന്റെ ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതിരുന്നിട്ട് നിങ്ങൾ ആരെയും ആൾക്കാരെ വിളിക്കണം, ആവശ്യമാണ്. പക്ഷെ എന്തിനാണ്? ഇതൊന്ന് തിരിച്ചറിയണം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അൺസെർട്ടനിറ്റി ഇൻടോളറൻസ് എന്ന് പറയും. നമ്മുടെ സൈക്കോളജിയിൽ പറയും അൺസെർട്ടനിറ്റി ഇൻടോളറൻസ്, അതായത് അനിശ്ചിതത്വം സഹിക്കാൻ സാധിക്കാത്ത മനസ്സ്. ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു, റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ, തിരിച്ചു കോള് വന്നില്ലെങ്കിൽ സമയത്തിനകത്ത് നോക്കിക്കൊണ്ടേയിരുന്നു. കണ്ടു സീൻ കണ്ടു, വന്നില്ല, 5 മിനിറ്റായി, 3 മിനിറ്റായി, 4 മിനിറ്റായി, പിന്നെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെയുള്ള കുറച്ചില്ല, പിന്നെ സംസാരിക്കാനില്ല, ഒരു കുത്ത് വീണ്ടും വന്നോ ഇല്ല, എന്നിട്ടും ഇല്ല, കുറെ കഴിഞ്ഞു. ഇത് വളരെ അപകടം പിടിച്ച സംഭവമാണ് നമ്മുടെ ബ്രെയിനിന്റെ. എന്ത് സംഭവിക്കുന്നു അറിയോ? നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, റിപ്ലൈ അയച്ചോ. നമ്മൾ വേണ്ടപ്പെട്ട ഒരാള് ഇല്ല. ആ മനുഷ്യൻ ഏത് അവസ്ഥയിലാണ്, അവരേത് അവസ്ഥയിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. റിപ്ലൈ കണ്ടല്ലോ, സീനായല്ലോ, എന്നിട്ട് എന്താ റിപ്ലൈ ചെയ്യാത്ത? ഞാൻ ഇതൊക്കെ അല്ലെങ്കിൽ ഈ വാട്സപ്പ് കണ്ടുപിടിച്ച ആളെ തല്ലിക്കൊല്ലണമെന്ന് കരുതിയപ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായി കാണണം. ഇതില്ലെങ്കിൽ എന്തോ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ 5 മിനിറ്റ് 2 മിനിറ്റിനകത്തൊക്കെ 1 മിനിറ്റിലൊക്കെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ വിഷയം. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ അതിനുവേണ്ടി റിപ്ലൈ അല്ലെങ്കിൽ കോള് മെസ്സേജ് തിരിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനത്തിൽ ഒരു അമിത്തള എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച സാധനമുണ്ട്. ഇതങ്ങ് ആക്റ്റീവ് ആവും. അത് ആക്റ്റീവ് ആവുന്ന അടുത്ത പരിപാടി കോർട്ടിസോളിനെ അങ്ങ് ട്രിഗർ ചെയ്ത് കൊടുക്കും. മനസ്സിൽ ഏറ്റവും വേസ്റ്റായ അവസ്ഥ ഏതാണോ, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സെനാരിയോ ഏതാണോ, അത് അവിടെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ പണ്ട് വിളിച്ചില്ല, അന്ന് വിളിച്ചില്ല, ഇങ്ങനെ വിളിച്ചില്ല, എന്നും അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണെന്ന് അൺസെർട്ടനിറ്റി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓപ്പൺ ആയി വരും. അവിടെയാണ് ഈ ടെക്നിക്കിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ടെക്നിക്ക് ഉപയോഗിക്കണം എന്നതിന്റെ അവസ്ഥ വരുന്നത്. ഈ അവസ്ഥയിൽ വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് ടെക്നിക്ക് ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്ത് ആവശ്യമുണ്ടോ? ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾക്ക് വന്ന സമയത്ത് മാത്രമല്ലേ നിങ്ങൾ ടെക്നിക്കെ പറ്റി ആലോചിക്കുള്ളൂ. ഒന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, ഒന്ന് അവർക്ക് റിപ്ലൈ ചെയ്തിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ അവസ്ഥ, റിപ്ലൈ തന്നില്ല, 5 മിനിറ്റായി, 10 മിനിറ്റായി, തന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ്, എല്ലാ അൺസെർട്ടനിറ്റിയും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് ഞങ്ങൾ ഇതുപോലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവിടെ ഉപയോഗിക്കാനുള്ള സാധനമാണ്. മനസ്സിലാവുണ്ടോ? എനിവൺ ക്ലിയർ? ഞാൻ പറഞ്ഞത് ക്ലിയർ എന്ന് എഴുതിക്കോ. ഞാൻ പറഞ്ഞത് എവിടെയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക്? എന്താണ് സംഭവിക്കുന്നതെന്ന്, എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്? യെസ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. പലരും വിചാരിക്കുന്നത് ഇത് എവിടെയാണ് ഉപയോഗിക്കുക, അതിന് എനിക്ക് അൺസർട്ടനിറ്റി ഇല്ലല്ലോ, ഞാൻ എപ്പോഴും ഓക്കെ ആണല്ലോ, സാറിന്റെ ക്ലാസ്സിൽ വന്ന ശേഷം എനിക്കിത് ഇല്ലല്ലോ, ഞാൻ അവരെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വിട്ടിട്ട് കുറച്ചു നേരം വേറെ വഴിക്കേ പോകുമ്പോൾ ഇതെല്ലാം അയ്യോ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. നിങ്ങൾ ഈ ആകാശിക് റെക്കോർഡിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കർമ്മഫലം എന്ന് കേട്ടിട്ടുണ്ട്? ഇതൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. നിങ്ങളിപ്പോ മാറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തെന്ന് റെക്കോർഡ് ചെയ്യും, നിങ്ങൾ മാറ്റത്തിന് മുമ്പേ ചെയ്തു വെച്ച റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇതിലേ പോകുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുന്നു, ഇവിടുന്ന് മാറി മറ്റങ്ങോട്ട് പോകുമ്പോൾ ഈ റെക്കോർഡിംഗ് എല്ലാം ഡൗൺലോഡ് ചെയ്യപ്പെടും. അപ്പൊ വീണ്ടും പഴയ പോലെ നമ്മൾ അതേ ചക്രത്തിൽ ഇങ്ങനെ കടന്നു കറങ്ങും. ഇതെല്ലാവരുടെ വിഷയം. ഞാൻ ആകാശ റെക്കോർഡിംഗ് പറയാനുള്ള കാരണം, ആകാശ റെക്കോർഡിംഗ് എന്നൊരു സംഭവം ഉണ്ട്. നമ്മൾ ചെയ്ത എല്ലാ കർമ്മത്തിന്റെയും റെക്കോർഡിങ് ഓൾറെഡി ഈ യൂണിവേഴ്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വലിയൊരു ഫണ്ടമെന്റൽ തിയറിയാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ഡൗൺലോഡ് ചെയ്യപ്പെടും. നമ്മൾ അതേ ഊർജ്ജത്തിലേക്ക് പോകുമ്പോൾ ഡൗൺലോഡ് ചെയ്യപ്പെടും, ഒരു വിഷയം. അപ്പൊ വീണ്ടും അതുപോലെ പിന്നെ ഈ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആള് ഒരു മാരേജിൽ ഡൈവേഴ്സായി, രണ്ടാമത്തെ ഡൈവേഴ്സായി, മൂന്നാമത്തെ ഡൈവേഴ്സായി, നാലാമത്തെ ഡൈവേഴ്സ് ആയിരിക്കുന്ന ഒരവസ്ഥയെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
ഡൈവേഴ്സ് ആയില്ല എന്നും കണ്ടിക്കോ, അല്ലെങ്കിൽ ഡൈവേഴ്സ് പോലെയുള്ള ജീവിതത്തിലേക്ക് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ റെക്കോർഡിങ്, കർമ്മ എന്ന് പറയുന്ന റെക്കോർഡിങ്ങിന്റെ പരിണിത ഫലമാണ്. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത്തരം ടെക്നിക്കുകളുടെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞത്, മനസ്സൊന്ന് ശാന്തമാകും. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നും ഈ പറഞ്ഞ കോർട്ടിസോളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോയി നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്നേഹത്തോടെ, സന്തോഷത്തോടെ അവരെ ആകർഷിക്കുന്നു പറയുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക് ഡോപ്പമൈൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഇത് റിയൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആക്കും. ആങ്സൈറ്റി ഉള്ള മനസ്സിൽ നിന്ന് മാറി മറ്റ് മനസ്സിലേക്ക് നിങ്ങൾ പോകും. ഇപ്പൊ ഞാൻ ഇത് വളരെ കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ചു പോകേണ്ട കാര്യമാണ്. നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പൊതുവെ സംഭവിക്കുന്നത്, ഇതൊന്നുമില്ലാതെ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതേ ഊർജത്തിൽ അങ്ങ് പൊക്കളയും. ഏതാണ്? അമിത്തല നമ്മൾ നേരത്തെ പറഞ്ഞ് റിപ്ലൈ ഇല്ല, അയക്കുന്നില്ല. നോ, അങ്ങനെ വരുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ടെക്നിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പറയാം. നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക് ഒന്നുകൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു തരാം. വേണോ? അല്ലെ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലെ? വേണമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നാളെ കണ്ടോളൂ, എന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്തോളൂ. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇതിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ലൈഫിൽ ഇത് വളരെ കൃത്യമായി നമുക്ക് മാറ്റപ്പെടുത്താനുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഇതുപോലെ ഉണ്ട്. നമ്മുടെ ഇമോഷനെ മാറ്റാനും, നമ്മുടെ ഇത്തരം എന്താ പറയാ, നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ സെക്യൂർ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും, ചെറുപ്പകാലത്തുണ്ടാകിയ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിലൊക്കെ മാറ്റപ്പെടുത്താനും ഒക്കെ സെൽഫ് വർത്ത്, അതായത് അവനവനെ പറ്റിയിട്ടുള്ള ഒരു സ്വയംബോധമില്ലാത്ത അവസ്ഥയാണ് ഇതിനൊക്കെ ഉണ്ടാകുന്നത്. അത് നമുക്ക് നമ്മളിലേക്കുള്ള യഥാർത്ഥ ബോധത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ മൂല്യം നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷനിൽ അഡിക്ഷൻ ആയി പോകും. പുറത്തുനിന്നുള്ള അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന അവസ്ഥ വരും. ഇത് മാറ്റണം. ഇതാണ് ജേർണി ടു ഹാപ്പിനെസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ മാറ്റപ്പെടുന്നത്. അതിന് ഈ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഇത്തരം ക്ലാസ്സുകളൊക്കെ നമുക്ക് തുടർ ദിവസങ്ങളിൽ എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് മാറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓരോ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ലൈഫിൽ മാറ്റമുണ്ടാക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഇത് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുന്നു. ജൂനിയർ മൈൻഡ് സെറ്റ് ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ബന്ധങ്ങളും, നല്ല ഊഷ്മളമായ ബന്ധങ്ങളും ചിരിയുമൊക്കെ എന്നും കൂടെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ. ഒന്നും ചോദിക്കാനില്ലല്ലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് വീണ്ടും ഒന്നുകൂടി പറയാനാണല്ലോ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാണാം. ഇങ്ങനെയുള്ള സെഷൻസ് പോലെ നമുക്ക് ഇതുമായിട്ട് എടുക്കാനുണ്ട്. ഈ കഴിഞ്ഞ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ കോച്ചിങ് തന്നെ തുടങ്ങാം. ഏതാണ് റിലേഷൻഷിപ്പിന്റെ കൃത്യമായ പഠനം തന്നെ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങളെല്ലാം തയ്യാറായിക്കൊള്ളുക. എൻ്റെ സമയപരിമിതി കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയ സെഷൻ ഞാൻ കോഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് അനുഭവങ്ങൾ കൂടി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് അതും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകും. താങ്ക് യു. ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കണേ. ശരി, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്.